ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ഉൾപ്പെടുത്താം. പ്രധാനമന്ത്രി ഈ വിദേശ സന്ദർശനം, അതായത് UAE ഖത്തർ സന്ദർശനമൊക്കെ തുടരുമ്പോൾ കർഷക സമരം ശക്തമാവുകയാണ്. കൂടുതൽ കർഷകർ ഹരിയാന അതിർത്തിയിലെ ശംഭുവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഡൽഹിയിൽ എത്തിയ ആവശ്യങ്ങൾ നേടിയെടുക്കാതെ പിന്നോട്ടില്ല എന്ന നിലപാടിൽ ആണ് കർഷകർ. അതേസമയം കർഷകരെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങളും ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് വിവരങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കർഷക നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്ന നടപടികളിലേക്ക് ഉൾപ്പെടെ ഭരണകൂടം പോകുന്നുമുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് രാകേഷ് ചേരുന്നുണ്ട്. രാകേഷ്, ഈ സമരം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി ആസന്നമായിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. വലിയ തോതിൽ അതിനെ സ്വാധീനിച്ചില്ല എങ്കിൽ പോലും ഇതിന് പരിഹാര നീക്കങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് നടക്കുന്നുണ്ടോ? എന്താണ് വിവരങ്ങൾ? കർഷക സമരം അതിശക്തമായി തന്നെ തുടരുകയാണ്. ഡൽഹിയിലേക്ക് പ്രവേശിക്കും എന്ന നിലപാടിൽ ആണ് കർഷകർ. അതേസമയം ഈ ഡൽഹിയിലേക്ക് എത്തുന്നത് തടയാൻ വേണ്ടിയുള്ള ഊർജിതമായ ശ്രമം നടക്കുന്നുമുണ്ട്. വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ആണ് കഴിഞ്ഞ ദിവസം അടക്കം രൂപപ്പെട്ടത്. ഹരിയാന അതിർത്തിയിൽ ഉൾപ്പെടെ ഈ കർഷകരെ തടഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. രാകേഷ്, ഏതെങ്കിലും തരത്തിൽ ഇത് പരിഹരിക്കാൻ നീക്കങ്ങളുണ്ടോ? അഭിലാഷ്, സമരം ശക്തമാക്കുകയാണ് കർഷകർ. കാരണം ഇന്നലെ വലിയ രീതിയിലുള്ള സംഘർഷം ശംഭു അതിർത്തിയിലുണ്ടായിരുന്നു. പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിലുണ്ടായിരുന്നു. ഏതാണ്ട് 200-ലധികം കർഷകർക്ക് പരിക്കേറ്റിരുന്നു. പക്ഷേ പിന്നോട്ടില്ല എന്ന നിലപാട് ആവർത്തിക്കുകയാണ് കർഷകർ. കാരണം ഓരോ മിനിറ്റുകൾ കഴിയും തോറും കൂടുതൽ കർഷകർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. കൂടുതൽ ട്രാക്ടറുകൾ പഞ്ചാബിലെ വിവിധ ഗ്രാമങ്ങളിൽ നിന്ന് ഏതായാലും ഈ അതിർത്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഡൽഹിയിൽ എത്താതെ മടങ്ങില്ല, ആവശ്യങ്ങൾ അംഗീകരിക്കാതെ സമരം പിൻവലിക്കില്ല എന്ന നിലപാട് ആവർത്തിക്കുകയാണ് കർഷകർ ചെയ്യുന്നത്. ഏതായാലും ഹരിയാന പോലീസ് ശക്തമായ ബാരിക്കേഡ് ഒക്കെ തീർത്തുകൊണ്ട് ശക്തമായ ക്രമീകരണങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം ഇന്ന് രാവിലെയും അവിടെ ടിയർ ഗ്യാസ് ഹരിയാന പോലീസ് പ്രയോഗിച്ചു എന്നുള്ളതാണ്. അതായത് പോലീസ് വ്യക്തമാക്കുന്നത് ഈ അതിർത്തി മറികടക്കാൻ ഒരു തരത്തിലും അനുവദിക്കില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഒപ്പം ഗ്രാമങ്ങൾ വഴിയും ഒപ്പം തന്നെ വയലുകൾ വഴിയും ഹരിയാനയിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യതയും പോലീസ് മുന്നിൽ കാണുന്നുണ്ട്. ഇത് കണക്കിലെടുത്തുകൊണ്ട് വലിയ കുഴികൾ തീർത്തുകൊണ്ടും റോഡുകൾ തുറന്നുകൊണ്ട് വലിയ കുഴികൾ തീർക്കുന്ന നടപടികളും ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. പക്ഷേ ശംഭു അതിർത്തിയിൽ മാത്രമല്ല, ഡൽഹിയോട് ചേർന്നുള്ള ഹരിയാന അതിർത്തി പ്രദേശങ്ങളിലും വലിയ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വലിയ ആണികൾ സ്ഥാപിച്ചുകൊണ്ടും ഒപ്പം തന്നെ മുള്ളുവേലികൾ സ്ഥാപിച്ചും ബാരിക്കേഡുകൾ വിവിധ തട്ടുകളായി തിരിച്ചുകൊണ്ടും കണ്ടെയ്നറുകൾ റോഡിൽ നിർത്തി ഗതാഗതം ക്രമീകരിച്ചുകൊണ്ടും ഒക്കെ തന്നെയാണ് ഇപ്പോൾ സമരത്തെ നേരിടാൻ പോലീസ് ഒരുങ്ങുന്നത്. ഏതായാലും നിലവിൽ പഞ്ചാബിൽ നിന്നുള്ള കർഷകരാണ് കൂടുതലായും ഈ സമരരംഗത്തേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷേ ഹരിയാനയിൽ നിന്നുള്ള കർഷകർ കൂടി ഈ സമരരംഗത്തേക്ക് വരികയാണെങ്കിൽ ഈ സമരത്തിന്റെ സ്വഭാവം മാറും. ഏതായാലും കർഷകർ ഇപ്പോൾ വ്യക്തമാക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ചർച്ചകൾക്ക് മുൻകൈ എടുക്കണമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് കർഷകരുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നാണ്. പക്ഷേ എല്ലാ ആവശ്യങ്ങളും, പ്രത്യേകിച്ച് 12 ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിൽ ചില ആവശ്യങ്ങളൊക്കെ തന്നെ പരിഗണിക്കാൻ നിലവിലെ സാഹചര്യത്തിൽ കഴിയാത്തതാണ്. പക്ഷേ ചർച്ചകൾക്ക് തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാരും വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഹരിയാന സർക്കാർ ഇപ്പോൾ ആവർത്തിച്ചിരിക്കുന്നത് കർഷകരെ അതിർത്തി കടക്കാൻ അനുവദിക്കില്ല.